ഹലോ മക്കളെ, അഭിനയ മിസ് ഹിയർ. അപ്പോൾ നമ്മളിതാ ജീവന്റെ കുഞ്ഞറകൾ ടൈനി ചാമ്പേഴ്സ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്റർ നമ്മളൊരു 15 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കറിയാം ഒത്തിരി വലിയ ചാപ്റ്റർ ആണ്. അത് മിസ് 15 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചു തരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോശങ്ങൾ എന്താണ് സെൽ എന്നാണ് നോക്കണം അല്ലേ. അവർ ബോഡി ഈസ് ബിൽഡ് അപ്പ് ഓഫ് ബേസിക് യൂണിറ്റ് കോൾഡ് സെൽ. അതായത് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് തന്നെ സെൽസിലാണ് അല്ലേ, സെൽസിനെ കൊണ്ടാണ്. ദേ ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഏതൊരു ജീവനുള്ള വസ്തുവിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ സെല്ലാണ്. നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ മൈക്രോസ്കോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോസ്കോപ്പിന്റെ പാർട്സ് നിങ്ങൾ അടയാളപ്പെടുത്തി എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഈ സെൽസിനെ നിരീക്ഷിച്ച് അതിന് സെൽ എന്ന് വിളിച്ചാലാണ് നമ്മൾ റോബർട്ട് ഹുക്കാണ് അല്ലെ, റോബർട്ട് ഹുക്കാണ്. മനസ്സിലാക്കുക കേട്ടോ. ദെൻ ഏകകോശ ജീവി എന്താണ്, ബഹുകോശ ജീവി എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസം, എന്താണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഇത് പേരിൽ തന്നെ ഉണ്ട്. ഏകകോശമാണ്, ഒരു കോശം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു കോശം, വൺ ആൻഡ് ഓൺലി കേട്ടോ. ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് നമ്മൾ ഏകകോശ ജീവികൾ എന്ന് പറയുക. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം കുറച്ച് എക്സാമ്പിൾസ്, അതായത് അമീബ, പാരാമീസിയം, യുഗ്ലീന, ഈ 3 സാധനങ്ങളാണ് എക്സാമ്പിൾ ആയിട്ട് പഠിക്കേണ്ടത്. ഇനി നിങ്ങൾ പറയേണ്ട കാര്യം ബഹുകോശ ജീവി അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. നിങ്ങൾക്കറിയാലോ, ഏകം എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കും, ബഹു എന്ന് പറഞ്ഞാലോ ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള, അതായത് നമുക്ക് ആനിമൽസ് പറയാം, നമ്മൾ ഹ്യൂമൻ ബീങ്സ് പറയാം, ഒക്കെ പറയാം കേട്ടോ. ബഹുകോശ ജീവി അല്ലെങ്കിൽ എന്താണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. മോർ ദാൻ 1 സെല്ലാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഇനിയോ അടുത്തതാണ് നമ്മളെ ഏകകോശ ജീവിന്റെയും ബഹുകോശ ജീവിന്റെയും ഡിഫറൻസ് എന്താണ് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾക്കറിയാം ഒരു കോശമുള്ളതാണ് അല്ലേ ഏകകോശം. പിന്നെ എന്തൊക്കെ എഴുതാം, നമുക്ക് അതിനുള്ള എക്സാമ്പിൾസ് എഴുതാം. അതൊക്കെ നമുക്ക് എഴുതാം, പഠിച്ചു വെച്ചോളാം. അത് കഴിഞ്ഞാലാണ് നമുക്ക് ജന്തുകോശം പഠിക്കാനുള്ളത്, അതായത് നമ്മളെന്താ ഏനിമൽ സെല്ല് പഠിക്കാനുള്ളത്. ഇത് ശരിക്കും നിങ്ങൾ വരച്ച് പഠിച്ചോളൂ മക്കളെ, ചോദിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് പിക്ചേഴ്സ് തന്നിട്ട് അടയാളപ്പെടുത്താൻ ചോദിക്കും കേട്ടോ. ഏനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും ഉണ്ട്, നമുക്ക് വഴിയേ പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ ആണ് സൈറ്റോപ്ലാസം. കണ്ടോ, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, അതുപോലെ തന്നെ വാക്യൂൾ, ന്യൂക്ലിയസ്, റൈബോസോം, മൈറ്റോകോൺഡ്രിയോൺ ആൻഡ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അല്ലേ. നോക്കിക്കോ, അതായത് എന്താ കോശദ്രവ്യം, ഇതും കൂടി പറഞ്ഞുതരാം കേട്ടോ. കോശദ്രവ്യം, കോശസ്തരം, ഫേനം, ന്യൂക്ലിയസ്, റൈബോസോം, മൈറ്റോകോൺഡ്രിയോൺ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇനി നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഈ ഓരോരോ ഭാഗങ്ങളെയും ഫങ്ഷൻസ്, പാർട്സിന്റെ ഫങ്ഷൻസ് എന്തായാലും ചോദിച്ചിരിക്കും. നോട്ട് ചെയ്ത് വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോ, ഒന്നാമത്തെയാണ് കോശസ്തരം അല്ലേ. കോശസ്തരം എന്തൊക്കെയാണ്, കോശത്തിനെ ആവരണം ചെയ്യുന്നു. അതുപോലെ തന്നെ കോശദ്രവ്യം എന്താണ്, ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശഭിത്തിനകത്ത് നിലനിർത്തുന്നു. ന്യൂക്ലിയസ് എന്താ, കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇനി എന്താ, ഫേനം എന്താ, ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നു. ദെൻ റൈബോസോം എന്താ, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്താ, കോശത്തിനുള്ളിലെ സഞ്ചാര പാതേനെയാണ് നമ്മൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അതിനാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഹെൽപ്പ് ചെയ്യുന്നത്. മൈറ്റോകോൺഡ്രിയോൺ എന്താ, ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. പവർ ഹൗസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, മൈറ്റോകോൺഡ്രിയോൺ ആണ്. നമുക്ക് നോക്കാം. സെൽ മെംബ്രെയിൻ എന്താണ്, കൺവേർട്ട് സെല്ല് അല്ലെ, കവേർഡ്സ് ദി സെൽ അല്ലേ. ദെൻ സൈറ്റോപ്ലാസം എന്താ, ഹോൾഡ് ദി സെൽ പാർട്സ് ഇൻസൈഡ് ദി സെൽ എക്സെപ്റ്റ് ന്യൂക്ലിയസ്. ദെൻ എന്താ, ന്യൂക്ലിയസ് എന്താ, കൺട്രോൾ സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഇൻ വാക്യൂൾ എന്താ, സ്റ്റോർസ് വാട്ടർ, സാൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്. ഇനി റൈബോസോം എന്താ, സിന്തസിസ് പ്രോട്ടീൻ. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്താ, ആക്ട് ആസ് ഇന്റർ സെല്ലുലാർ പാത്വേ അല്ലേ. ഇനി എന്താ, മൈറ്റോകോൺഡ്രിയ ഉണ്ടാ, സിന്തസിസ് എനർജി. ഇത് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, മിസ്സിന് അറിയാം. ബട്ട് ഇത് പഠിച്ചേ പറ്റൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 വേർഡായി ചോദിക്കും, ഏതാണ് പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതാണ് പാത്വേ എന്നറിയപ്പെടുന്നത്. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, 1 വേർഡായിട്ടും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ശരിക്കും നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇതിൽ നിന്നായിരിക്കും മാർക്ക് കൂടുതൽ പോകുന്നുണ്ടാവുക. യെസ്, നമ്മളിപ്പം പറഞ്ഞത് എന്താണ്, ഏനിമൽ സെല്ലാണ്. അപ്പം മിസ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇത് 6ാം ക്ലാസ്സിലെ മക്കൾക്ക് ഇതാ നമുക്ക് ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് നവംബർ 30 വരെ നമുക്ക് ഈ ഒരു ഓഫർ പ്രീ ബൂസ്റ്റർ ബാച്ചിന്റെ ഓഫറാണ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ എജുപോർട്ടിലെ സ്റ്റുഡൻറ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ജോയിൻ ചെയ്യാം. മറക്കണ്ട, ക്രിസ്മസ് എക്സാം ആണ്, മാറി ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇത് രണ്ടും നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള മക്കൾ മാത്രം എന്ത് ചെയ്യാൻ നമ്മൾ ബാച്ചിലേക്ക് വരിക കേട്ടോ. ഒന്നും വേണ്ടല്ല, നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. ക്രിസ്മസ് എക്സാമിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോം ഓപ്പൺ ആയിട്ട് വരും. ആ ഫോം കാര്യം ഫില്ല് ചെയ്യുക, അപ്പോൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമിന് ന്യൂ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രമാണ്. ആ ഒരു
കമൻറ്റ് ബോക്സ് തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നോട്ട്സ്, എല്ലാ ക്ലാസ്സിൻ്റെ ലിങ്ക്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ, നോട്ട്സ്, ഡെയിലി പ്ലാൻ ഒക്കെ ഇവിടുന്ന് വരികയായിരിക്കും കേട്ടോ. ഇനി എവിടെയും സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് എന്തുണ്ടാവും, നമുക്ക് ലിങ്ക് കിട്ടും. നിങ്ങളത് പഠിക്കുക മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദെൻ അടുത്തയാണ് നമ്മുടെ പ്ലാന്റ് സെൽ അല്ലെങ്കിൽ ജന്തുകോശം. ഇവിടെ ഇതാ ഓരോ പാർട്സ് മിസ് ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇവിടെ 2 ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് സെൽ വോളും ക്ലോറോപ്ലാസ്റ്റും, അതായത് കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ കോശഭിത്തിനെയും ക്ലോറോപ്ലാസ്റ്റിനെയും നമ്മൾ എന്താണ് ആനിമൽ സെല്ലിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക. ആനിമൽ സെല്ലിൽ ഇല്ലാത്തതും പ്ലാന്റ് സെല്ലിൽ ഉള്ളതുമായിട്ടുള്ള 2 ആൾക്കാർ ആരാ? യെസ്, അത് സെൽ വോളും ക്ലോറോപ്ലാസ്റ്റും ആണ്. ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ നമ്മൾ പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോൾ എന്തിനു വേണ്ടിയിട്ടാണ്? കോശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രൊട്ടക്ട് സെൽ, അല്ലെ, സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്താണ് ക്ലോറോപ്ലാസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ 5ാം ക്ലാസ്സിലെ ഫോട്ടോസിന്തസിസ് പഠിച്ച പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ആണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റ്, അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ആനിമൽ സെല്ലിൽ ഇല്ലാത്തതും നമ്മളെ ഈ ഒരു പ്ലാന്റ് സെല്ലിൽ ഉള്ളതുമായിട്ടുള്ള 2 ആൾക്കാരാണ് കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റും, അല്ലെ? അതായത് സെൽ വോളും ക്ലോറോപ്ലാസ്റ്റും എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക. യെസ് മക്കളെ, അടുത്തതാണ് ന്യൂക്ലിയസ്, അല്ലെ? എന്താ ന്യൂക്ലിയസ്? മർമ്മം. എന്താ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ? യെസ്, ന്യൂക്ലിയസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് സെൽ ഓർഗനൽ ഇൻസൈഡ് ദി സെൽ, അല്ലെ? അതായത് നമ്മുടെ സെല്ലിനുള്ളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് അറിയേണ്ട പോർഷൻ, ഓക്കെ, അല്ലെങ്കിൽ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ചെറുതും വലുതും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മിസ് ഉണ്ട്, മക്കളുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇപ്പം മിസ് വലുതാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വലുതാവുന്നതോറും നമ്മളെ കോശത്തിന്റെ എന്താ കൂടുക? വലുപ്പാണോ കൂടുക? അല്ലെങ്കിൽ അതിങ്ങനെ വലുതായി ചെയ്യുക? അല്ലല്ലേ, എന്താ ചെയ്യാം? കോശം നമ്പർ ഓഫ് സെല്ലാണ് ഇൻക്രീസ് ആവുന്നത്, അല്ലെങ്കിൽ കോശത്തിന്റെ എണ്ണമാണ് കൂടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോശത്തിന്റെ എണ്ണമാണ് കൂടുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പറഞ്ഞോളൂ കേട്ടോ, അല്ലെങ്കിൽ പഠിച്ചോളൂ. ഓക്കെ, ഇനി കോശങ്ങളിലെ വൈവിധ്യമാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നോക്കിക്കോ. നമുക്ക് രക്തകോശമുണ്ട്, നാഡീകോശമുണ്ട്, പേശികോശമുണ്ട്, അല്ലെ? ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇനിയാണ് ക്ലസ്റ്റർ ഓഫ് സെൽസ്. ഇവിടെയാണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട കാര്യം. 3 ആൾക്കാരുണ്ട് മക്കളെ. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും, ബട്ട് നന്നായിട്ട് പഠിക്കണം. ഒന്നാമത്തെ ആളാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ, അല്ലെങ്കിൽ ആവരണകല. ആവരണം, അല്ലെ? കവർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ജന്തുക്കളിൽ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ആരാ? നമ്മളെ ത്വക്കാണ്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവയാണ് ആവരണകലകൾ. ഇത്രമാത്രം ആലോചിച്ച് വെക്കുക. ദെൻ നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ നാഡീകോശങ്ങൾ. എന്താണ്? നാഡികൾ കൂടി ചേർന്നിട്ടാണ് നാഡീകോശങ്ങൾ ഉണ്ടാവുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ഇനി എന്താ? മസ്കുലാർ ടിഷ്യൂ, അല്ലെങ്കിൽ പേശികോശം. എന്താണ്? പേശികൾ കൂടി ചേർന്നിട്ടാണ് പേശികോശം ഉണ്ടാകുന്നത്. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഇനിയാണ് കലകൾ പലതരം. നിങ്ങൾ അതിനു മുന്നേ ഈ ഒരു കാര്യം പഠിച്ചു വെച്ചോളൂ. നമുക്ക് ഈ ഒരു ശ്വസന വ്യവസ്ഥ, റെസ്പിറേറ്ററി, അല്ലെ, ശ്വസന വ്യവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഇവിടെ 3 ആൾക്കാരുണ്ട്. നാസാരന്ധ്രം, അല്ലെങ്കിൽ നോസ്ട്രിൽസ്, ശ്വാസനാളം, അല്ലെങ്കിൽ ട്രക്കിയ, ശ്വാസകോശം, അല്ലെങ്കിൽ ലങ്സ്. ജസ്റ്റ് മാർക്ക് ചെയ്യാൻ പഠിച്ചോ കേട്ടോ. ഈ 3 ആൾക്കാരും ചിലപ്പോൾ മാർക്ക് ചെയ്യാനായിരിക്കും ചോദിക്കേണ്ടാവുക. ഇനി നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതാണ്. ഇതില്ലാണ്ട് എക്സാം പോവില്ല മക്കളെ. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നിങ്ങൾ എക്സാമിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഒന്നാമത് കോശങ്ങൾ ഉണ്ടാവുന്നു, കോശങ്ങളിൽ നിന്ന് കലകൾ ഉണ്ടാവുന്നു, കലകളിൽ നിന്ന് അവയവങ്ങൾ ഉണ്ടാവുന്നു. എന്തൊക്കെയാണെടാ? സെൽസിൽ നിന്ന് ടിഷ്യൂ ഉണ്ടാവുന്നു, ടിഷ്യൂസിൽ നിന്ന് ഓർഗൻ ഉണ്ടാവുന്നു. എന്നിട്ടോ അതിൽ നിന്ന് അവയവ വ്യവസ്ഥ, അല്ലെങ്കിൽ ഓർഗൻ ഓഫ് സിസ്റ്റം ഉണ്ടാവുന്നു. എന്നിട്ടാണ് നമ്മൾ ജീവിയാകുന്നത്, അല്ലെങ്കിൽ ഓർഗാനിസംസ് ആവുന്നത്. ഇത്ര മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ഇത് മാത്രമാണ് കേട്ടോ. ഇത് മാത്രമാണ്, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. എല്ലാ വീഡിയോസും എല്ലാ ലിങ്കും കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഹോൾ ഒരു ഐഡിയ ആണ് മിസ് ആകുന്നത്. ചിലപ്പോൾ ഇത് സ്പീഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? മിസ് 15 മിനിറ്റിൽ തീർക്കേണ്ടതുകൊണ്ടാണ് വേഗം മിസ് പറഞ്ഞത്. നിങ്ങളൊന്ന് സ്പീഡ് കുറച്ച് കാണാം. ഓക്കെ, ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇനിയും വേണം. നിങ്ങളെ എക്സാമിന് ഇങ്ങനത്തെ വീഡിയോ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു പോകാമല്ലോ, അല്ലേ? അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ ഇനിയും വേണം എന്നുണ്ടെങ്കിൽ മിസ്സിന്റെ പേര് അറിയെങ്കിൽ മിസ്സിന്റെ പേര് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്മൈലി തരാം. ഓക്കേടാ, ബൈ.